ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോൺ വിത്ത് സാഫ്. നമ്മുടെ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളോ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം അത് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ പറയുന്നത് അതിനൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? എഗോ നമുക്കറിയാം, മുമ്പ്. യെസ്റ്റർഡേ, ഇന്നലെ. ലാസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നതിന് നമ്മൾ പറയാം, ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. 2 മാസം മുമ്പാണ് ഞാൻ അവനെ കണ്ടത്. 2 മാസം മുമ്പാണ് ഞാൻ അവനെ കണ്ടത്. ഐ സോ ഹിം 2 months ago. ഐ സോ ഹിം 2 months ago. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യ won her independence in 1947. ഇന്നലെ ഞാൻ എൻ്റെ എക്സാം എഴുതി. ഐ റോട്ട് മൈ എക്സാം യെസ്റ്റർഡേ. അറ്റ് ദിസ് ടൈം വി സെക്യൂർഡ് എ ഗവൺമെൻറ് ജോബ്. ഞങ്ങൾക്കൊരു സർക്കാർ ജോലിക്ക് പോകേണ്ട ഒരു സമയമാണിത്. ഇപ്പം നമ്മൾ വി ഉപയോഗിച്ചു. ആ വി ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അവിടെ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മളൊരു ടൂം കൂടി ചേർത്തിട്ട് V1 ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റഡി യുവർ ലെസൺസ്. നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റഡി യുവർ ലെസൺസ്. നിങ്ങളുടെ ലെസൺസ്, പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഉപയോഗിക്കുക. അതാണ്. ഇനി മൂന്നാമതൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മളൊരു സമയം പറഞ്ഞു, അതിന് ശേഷം ഒരു സമയം, പിന്നെ സിൻസ്. നമ്മൾ സിൻസ് മുന്നോടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 5 years സിൻസ് ഐ സോ ഹിം. ഇറ്റ് ഈസ് 5 years സിൻസ് ഐ സോ ഹിം. 5 വർഷമായിട്ട് ഞാൻ അവനെ കണ്ടു. ഒന്നും പഠിച്ചില്ല. 2 മണിക്കൂർ മുതൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ പറയാം? ഇറ്റ് ഈസ് 2 hours സിൻസ് ഐ സ്റ്റഡി. എന്നിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇറ്റ് ഈസ് 2 hours സിൻസ് ഐ സ്റ്റഡീഡ് എനിത്തിങ് എന്ന് പറയാം. അപ്പോൾ ഒരു വാക്യത്തിൽ തന്നെ കഴിഞ്ഞു പോയ 2 പ്രവർത്തികളെ പറ്റി പറയുമ്പോൾ 2 പ്രവർത്തികളും ഒരേ സമയത്ത് കഴിഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോൾ 2 പ്രവൃത്തിയെയും നമ്മിലാണ് ഉപയോഗിക്കേണ്ടത്. ഇരുന്നു നമ്മൾ പറയാറുണ്ടല്ലോ, ചാടിയിട്ട് അവന് ആ ചുമരുമ്മ ഇരുന്നു, അല്ലെങ്കിൽ മതിലുമ്മ ഇരുന്നു എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. അത് നമ്മളെങ്ങനെ പറയാം? ഹീ ജംപ്ഡ്, അവൻ ചാടി. ആൻഡ്, ചാടിയിട്ട് അല്ലെങ്കിൽ ചാടി എന്നിട്ട് എന്താ ചെയ്തത്? സാറ്റ് ഓൺ ദ വാൾ. The lady carried a basket on her head and crossed the road. ബാസ്ക്കറ്റ് ക്യാരി ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന പ്രവൃത്തി ഒരേ സമയമാണ്. ലേഡി ക്യാരിഡ് എ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ് ആൻഡ് ക്രോസ്ഡ് ദ റോഡ്. 2 പ്രവൃത്തിയും നമുക്ക് നോക്കാമല്ലോ. നമുക്കറിയാം, ക്യാരീഡ് എന്ന് പറഞ്ഞാൽ തലയിൽ വെക്കുന്നത്, നമ്മൾ അത് എഴുതി നടക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ക്രോസ്ഡും നമ്മൾ ഒരു V2 ഫോമിലാണ് ഉപയോഗിക്കുന്നത് വെർബിൻ്റെ. അപ്പോൾ എന്താണ്? 2 പ്രവൃത്തി ഒരേ സമയം ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി. ആൻഡിന് ശേഷവും നമ്മൾ എന്താണ്? V2 ഫോമിന് ഉപയോഗിക്കണം. ഞാൻ റൂമിൽ എത്തിയപ്പോൾ അവൻ TV കാണുകയായിരുന്നു. ഞാൻ ആ റൂമിലേക്ക് കയറിയപ്പോൾ വെൻ ഐ എൻറ്റേർഡ് ദ റൂം ഹി വാസ് വാച്ചിങ് TV. അവന് TV കാണുകയായിരുന്നു. The students were making sound when the teacher came to the class. The students were making sound when the teacher came to the class. ടീച്ചർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. അത് നമ്മൾ പറയാറുണ്ട്, സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി ആദ്യം നടന്നു, അതിന് ശേഷം അത് ചെയ്തു എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ പറയാം,
ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ when I reached the home my mom was cooking in the kitchen. എൻ്റെ അമ്മ കിച്ചണിൽ കുക്ക് ചെയ്യായിരുന്നു, കിച്ചണിൽ പാചകം ചെയ്യുമായിരുന്നു. വെൻ എന്ന് തുടങ്ങുന്നത് ആ പ്രവൃത്തി ആദ്യം അവസാനിച്ചു. when I reached the home my mom was cooking in the kitchen. What were you doing at 8? What were you doing at 8? ഇതാണ് 8 മണിക്ക് ചെയ്തിരുന്നത്. വാട്ട് were you doing at 8 എന്ന് പറയാം. നീ ടി വി കാണുകയായിരുന്നോ? were you watching TV? were you watching TV at 8? at 8 ശരിട്ടാൽ നമ്മളെന്താ പറയാം, 8 മണിക്കോ. നോ ഐ വാസ് ഇൻ വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുകയായിരുന്നില്ല എന്നതിന് പറയാം നോ ഐ വാസ് ഇൻ വാച്ചിങ് ടി വി. ഞാൻ വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ്. ഞാൻ വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ്. അപ്പം നമ്മൾ പറയുന്ന ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്, നമ്മുടെ മുൻപ് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ, ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയായിരുന്നു. വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ, അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ, അതാണ് മറ്റൊരു ഉപയോഗം നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ. എന്താണ്, നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സീന് സെറ്റ് ചെയ്യാണ്, ഒരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ കൂടെ നമ്മളൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം. ഞാനിങ്ങനെ നടന്നു പോകുകയായിരുന്നു, അതിൻ്റെ ഒപ്പമാണ് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ സാധാരണ ഇവിടെ നമുക്കറിയാം 2 ആക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഐ വാസ് വാക്കിംഗ്, ഞാൻ നടക്കുകയായിരുന്നു. പിന്നെന്താണ്, ഇറ്റ് റെയിൻഡ്. അപ്പോൾ ഈ 2 ആക്ഷൻസും അതേ സമയമാണ് നടക്കുന്നത്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അതിൻ്റെ ഒരു ആക്ഷൻ ബിഗാൻ ചെയ്യുന്നത് കുറച്ച് മുന്നെയാണ്. അപ്പോൾ അതിങ്ങനെ ആ ആക്ഷൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു ആക്ഷൻ അവിടെ തുടങ്ങുകയാണ്. അതാണ് നമ്മുടെ ഈ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഉപയോഗം. അതുപോലെ നമ്മൾ പറയാണ് ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ടെലിഫോൺ റാങ്. വെൻ ദ ടെലിഫോൺ റാങ്. ഓക്കെ, എന്ത് ഇവൻ്റ് ആണെങ്കിലും ഞാൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു, ആ സമയത്ത് നമ്മുടെ ഫോണ് ബെല്ലടിച്ചു. നമുക്കുണ്ടാകുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ ഐ വാസ് റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ടെലിഫോൺ റാങ്. സ്റ്റോറി, നമ്മൾ ആ ഒരു നടക്കുന്ന ഇവൻറ്റ് നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മുടെ സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. നമ്മൾ ആ ഇവൻറ്റിനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേത് നമ്മൾ കണ്ടിന്യൂസിലാണ് പറയുക. നീ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക? were you reading a newspaper? ഞാൻ ജോണിനെ കണ്ടപ്പോൾ അവൻ കഴിക്കുകയായിരുന്നു. when I saw John he was eating. അവൻ കഴിക്കുകയായിരുന്നു. he was eating. നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കുക? അവൻ എന്തായിരുന്നു കഴിച്ചത്, എന്താണ് അവൻ കഴിച്ചിരുന്നത് എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വാട്ട് വാസ് ഹി ഈറ്റിംഗ്? അവൻ എന്താണ് കഴിച്ചിരുന്നത്? ഞാൻ അവൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവൻ എഴുതുകയായിരുന്നു. when I went to his office he was writing. അതാണ് ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പീറ്റർ കഴിഞ്ഞ രാത്രി ടി വി കണ്ടു. പീറ്റർ വാച്ച്ഡ് ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്.
പീറ്റർ വാച്ച് ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്. ഇവിടെയൊക്കെ നമുക്കറിയാം വാച്ച് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഇ ഡി ചേർത്താൽ മതി. അതാണ് ആ സെൻറ്റൻസുകളെ നമ്മൾ എന്താ പറയുക, സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ 3 തവണ സിനിമക്ക് പോയി. അത് നമ്മളിങ്ങനെ പറയാം, ഐ വെൻറ്റ് ടു ദ സിനിമ 3 times last week. I went to the cinema 3 times last week. അപ്പോൾ കുറച്ചധികം വലിയ സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാനെത്തും. ദിസ് ഇസ് ഹാവ് സൈനിങ് ഓഫ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.